ഹലോ. സ്റ്റേഷൻ 11 എന്ന നോവലിൻ്റെ ഡീറ്റെയിൽഡ് സമ്മറി ഇൻ ഇംഗ്ലീഷ് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിരുന്നു. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മലയാളത്തിലെ സമ്മറിയുടെ പാർട്ട് 1 ആണ് ഇന്നത്തെ വീഡിയോ. പാർട്ട് 2 നാളെ റിലീസ് ചെയ്യും. എല്ലാ റിലേറ്റഡ് വീഡിയോസും പ്ലേലിസ്റ്റുകളാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. ഞാൻ ഇതിൻ്റെ പഴയ വീഡിയോയിൽ പറഞ്ഞതുപോലെ അപ്പോക്കലിപ്സിന് മുമ്പും അതിന് ശേഷവുമുള്ള മനുഷ്യ ജീവിതങ്ങളുടെ ഒരു കമ്പാരിസൺ ഈ നോവലിലുണ്ട്. പാസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആർതർ ലിയാൻഡറിൻ്റെയും അയാളുടെ ആദ്യ ഭാര്യ മിറാൻഡയുടെയും ജീവിതങ്ങളിലാണ്. രണ്ടുപേരും കാനഡയിലെ ഡിലാനോ എന്ന ഒരു ഫിക്ഷണൽ ഐലൻഡിൽ ഉള്ളവരാണ്. ഒരു ആക്ടർ ആകണമെന്ന മോഹവുമായിട്ട് മെയിൻലാൻഡിലേക്ക് വന്ന ആർതർ അതിൽ നല്ല രീതിയിൽ സക്സസ്ഫുള്ളായി. പക്ഷേ താരപദവി നൽകിയ ഗ്ലാമർ അയാളെ അന്ധനാക്കി. തൻ്റെ ഭാര്യയെയും ആകെയുണ്ടായിരുന്ന ഫ്രണ്ട് ക്ലാർക്ക് തോംസനെയും അയാൾ ഇഗ്നോർ ചെയ്തു. കൂടാതെ എലിസബത്തിനെ കല്യാണം കഴിക്കുവാനായി മിറാൻഡയെ ഡിവോഴ്സും ചെയ്തു. എലിസബത്തിനും ആർതറിനും ടൈലർ എന്ന ഒരു മകൻ ജനിച്ചതിന് ശേഷം ലിഡിയയെ കല്യാണം കഴിക്കുന്നതിനായി ആർതർ എലിസബത്തിനെയും ഡിവോഴ്സ് ചെയ്തു. എന്നാൽ ലിഡിയ മറ്റൊരാളോടൊപ്പം പോകുന്നതിനായി ആർതറിനെ ഡിവോഴ്സ് ചെയ്തു. എല്ലാത്തിൻ്റെ ഒടുവിൽ തൻ്റെ ജീവിതം തെറ്റായ തീരുമാനങ്ങളുടെ ഒരു ആകത്തുകയാണ് എന്ന് ആർതർ തിരിച്ചറിഞ്ഞു. തീർത്തും ഒറ്റപ്പെട്ടു എന്ന് തോന്നിയ നിമിഷം ആർതർ വിളിച്ചത് തൻ്റെ ആദ്യ ഭാര്യയായ മിറാൻഡയായിരുന്നു. മിറാൻഡ തനിക്ക് കിട്ടിയ ആലിമണി യൂസ് ചെയ്ത് ഒരു സ്ട്രോങ് കരിയർ ഉണ്ടാക്കിയെടുത്തു. അതിനിടയിലും പണ്ടുമുതലേ ഉണ്ടായിരുന്ന തൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റിലും നിരന്തരം വർക്ക് ചെയ്തു. ക്രിയേറ്റീവായ ആ ഒരു ഡ്രീം പ്രോജക്റ്റ് മിറാൻഡയുടെ ലൈഫിൻ്റെ റിഫ്ലക്ഷൻസ് മാത്രമല്ല, ഹാർഷ് റിയാലിറ്റീസിൽ നിന്നുമുള്ള ഒരു രക്ഷപ്പെടൽ കൂടിയായിരുന്നു. അതൊരു കാർട്ടൂണായിരുന്നു. ഭൂമിയിൽ ഏലിയൻ ഇൻവേഷൻ ഉണ്ടാവുകയും ഹ്യൂമൻസിനെ അവർ എൻസ്ലേവ് ചെയ്യുകയും ചെയ്തപ്പോൾ കുറച്ചുപേർ സ്റ്റേഷൻ 11 എന്ന പേരിലെ ഒരു സ്പേസ് ഷിപ്പിൽ കയറി രക്ഷപ്പെട്ടു. ഇറ്റ് വാസ് എ വേൾഡ് ഓഫ് പെർപെച്വൽ ട്വൈലൈറ്റ്. ഈ നോവൽ തുടങ്ങുന്നത് ടൊറൻറ്റോയിലെ തിയേറ്ററിൽ വെച്ചിട്ടാണ്. ഓൺ സ്റ്റേജ് കിങ് ലിയറായി അഭിനയിച്ചു കൊണ്ടിരുന്ന ആർതർ പതറുകയും വിയർക്കുകയും ബോധം കെട്ട് വീഴുകയും ചെയ്തു. ഓഡിയൻസിൻ്റെ ഇടയിലുണ്ടായിരുന്ന ജീവൻ ചൗധരിയാണ് ഇത് ആദ്യം നോട്ട് ചെയ്യുന്നത്. പാരാമെഡിക്കായി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന ജീവൻ സ്റ്റേജിലേക്ക് ഓടിക്കയറി CPR നൽകിയെങ്കിലും ആർതറിനെ രക്ഷിക്കാനായില്ല. സ്റ്റേജിൻ്റെ ഒരു മൂലയിൽ ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ടിരുന്ന 8 വയസ്സുകാരി കിർസ്റ്റനെ ജീവൻ പിന്നീട് ആശ്വസിപ്പിച്ചു. ഹാൻഡ്ലർ താന്യ എത്തുന്നതുവരെ കൂടെ ഇരിക്കുകയും ചെയ്തു. തിയേറ്ററിൽ നിന്നിറങ്ങിയ ജീവനെ ഒരു പഴയ ഫ്രണ്ട് വിളിച്ചിട്ട് ആ സിറ്റി ഡേഞ്ചറിലാണെന്നും ജോർജിയ ഫ്ലൂ എന്ന ഒരു പാൻഡമിക്കിൻ്റെ ഒരു സഡൻ ഔട്ട്ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നും അറിയിച്ചു. ആ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് കഴിയുന്നത്ര വെള്ളവും ആഹാരവും മറ്റും വാങ്ങി ഹാൻഡിക്യാപ്ഡ് ആയ ബ്രദർ ഫ്രാങ്കിൻ്റെ വീട്ടിലേക്ക് ജീവൻ താമസവും മാറി. ഇതെല്ലാം സംഭവിച്ചത് കൊളാപ്സ് എന്ന പേരിലെ അപ്പോക്കലിപ്റ്റിക് ഇവൻറ്റിൻ്റെ ആദ്യ ദിവസമാണ്. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ജീവൻ തൻ്റെ പ്രീവിയസ് കരിയർ ചോയ്സസിനെ വെറുത്തിരുന്നു. ഇതിനു മുമ്പ് ജീവൻ ഒരു പാപ്പരാസി ആയിട്ടും എൻ്റർടൈൻമെൻറ്റ് ജേർണലിസ്റ്റ് ആയിട്ടുമായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ആ സ്റ്റേജിൽ വെച്ച് ഒരാളെ സഹായിക്കാൻ കിട്ടിയ അവസരം ജീവന് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒന്നായിരുന്നു. ബാക്ക് ടു സ്റ്റോറി. പതുക്കെ ടെക്നോളജി, ഇലക്ട്രിസിറ്റി തുടങ്ങിയ സൗകര്യങ്ങൾ ഈ ലോകത്ത് നിന്നും ഇല്ലാതെയായി. ഫ്രാങ്കിൻ്റെ മരണശേഷം ജീവൻ സർവൈവലിനായി പുറം ലോകത്തേക്ക് ഇറങ്ങി. റിസ്കുകൾ കഴിയുന്നതും അവോയ്ഡ് ചെയ്ത് ഒരു അഡ്വെഞ്ചറസ് യാത്രയുടെ ഒടുവിൽ മെക്കിൻലി എന്ന പേരിലെ ഒരു ന്യൂ വേൾഡ് സെറ്റിൽമെൻറ്റിൽ എത്തിച്ചേർന്നു. ഇയർ 15 ആയപ്പോഴേക്കും ജീവൻ ഡാരിയ എന്ന ഭാര്യയ്ക്കും ഫ്രാങ്ക് എന്ന മകനും ഒപ്പമായിരുന്നു. പുതുയുഗത്തിൽ ജീവൻ അറിയപ്പെടുന്ന ഒരു ഡോക്ടറായി മാറി. ഇയർ 20 ആയപ്പോൾ ജീവൻ്റെ സെറ്റിൽമെൻറ്റിൽ ഇലക്ട്രിക് വെളിച്ചങ്ങൾ തെളിയാൻ തുടങ്ങി. ഇനി ക്ലാർക്കിൻ്റെ കഥ പറയുകയാണെങ്കിൽ, താരപദവിയിലെത്തിയപ്പോൾ ആർതറിലുണ്ടായ മാറ്റങ്ങളിൽ അനിഷ്ടം തോന്നുകയും ആർതറിൽ നിന്നും ക്ലാർക്ക് പതുക്കെ അകലുകയും ചെയ്തു. എങ്കിലും ഫ്രണ്ടായിരുന്ന ആർതറിൻ്റെ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന വഴി സെവേൺ എയർപോർട്ടിൽ ക്ലാർക്ക് സ്റ്റക്കായി. അതേ ഫ്ലൈറ്റിൽ എലിസബത്തും ടൈലറും ഉണ്ടായിരുന്നു. അവരോടൊപ്പം അവിടെ സ്റ്റക്കായ പാസഞ്ചേഴ്സ് പിന്നീട് ആ എയർപോർട്ടിനെ ന്യൂ വേൾഡിലെ വൺ ഓഫ് ദ സെറ്റിൽമെൻറ്റ്സ് ആക്കി മാറ്റി. മ്യൂസിയം ക്യൂറേറ്റർ ആയിരുന്ന
തൻ്റെ ബോയ് ഫ്രണ്ട് റോബർട്ടിൻ്റെ ഓർമ്മയ്ക്ക് ക്ലാർക്ക് അവിടെ ഒരു മ്യൂസിയം തുടങ്ങി. മ്യൂസിയം ഓഫ് സിവിലൈസേഷൻ എന്ന് പേരിട്ട ആ മ്യൂസിയത്തിന് ന്യൂ വേൾഡിൽ ഒരു സേഫ് ഹേവൻ എന്ന പ്രശസ്തിയും ലഭിച്ചു. ഇനി കിർസ്റ്റൻ്റെ കഥ പറയാം. ഫസ്റ്റ് സീനിൽ നമ്മൾ കണ്ട ചൈൽഡ് ആക്ടർ കിർസ്റ്റൻ റേമണ്ടിൻ്റെ അച്ഛനും അമ്മയും ഫ്ലൂ ഔട്ട് ബ്രേക്കിൽ മരിച്ചു. അപ്പോൾ ഒരു ഏകദേശം 15 വയസ്സുണ്ടായിരുന്ന അവളുടെ ചേട്ടൻ കുറച്ചു കാലം സ്വന്തം വീട്ടിൽ തങ്ങി അവളെ നോക്കി. ശേഷമുള്ള ഏതാണ്ട് ഒരു വർഷക്കാലം 2 സഹോദരങ്ങളും ഓൺ റോഡ് എങ്ങനെയൊക്കെയോ സർവൈവ് ചെയ്ത് ഒടുവിലൊരു സെറ്റിൽമെൻറ്റിൽ താമസമായി. ആ ഒരു വർഷം സംഭവിച്ചത് അപ്പോഴേക്കും അവൾ പൂർണ്ണമായി മറന്നിരുന്നു. അതവളുടെ നല്ലതിനാണെന്ന് പറഞ്ഞ് അവളുടെ ചേട്ടനെ അവൻ്റെ ഓർമ്മകൾ നൈറ്റ്മെയർസായി എന്നും ഹോണ്ട് ചെയ്തിരുന്നു. അവൻ പിന്നീട് അധികകാലം ജീവിച്ചതുമില്ല. ഒറ്റയ്ക്കായ കിർസ്റ്റൻ അതുവഴി കടന്നുപോയ ദ ട്രാവലിംഗ് സിംഫണി എന്ന ട്രൂപ്പിൽ ജോയിൻ ചെയ്തു. അതവൾക്കൊരു പുതുജീവിതമായിരുന്നു. സിംഫണി മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നുവെങ്കിലും അവർ പരസ്പരം ഒരു കുടുംബത്തെ പോലെ കണക്കാക്കി. തൻ്റെ ഇയർ 1 യാത്രയ്ക്കിടയിൽ കിർസ്റ്റൻ ഒരു എക്സ്പേർട്ട് നൈഫ് ത്രോവറായി മാറിയിരുന്നു. പുതുജീവിതം തുടങ്ങിയതിനു ശേഷം സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അവൾക്ക് 2 കൊലപാതകങ്ങൾ നടത്തേണ്ടി വന്നു. അതുണ്ടാക്കിയ ഗിൽട്ട് ഒരിക്കലും മറക്കാതിരിക്കാനായി അവൾ 2 നൈവ്സിൻ്റെ ടാറ്റു ഒരു കയ്യിൽ പതിപ്പിച്ചു. കൂടാതെ സിംഫണിയിലെ ഫ്രണ്ട് ഓഗസ്റ്റുമായി കഴിഞ്ഞ കാലത്തിൻ്റെ അവശേഷിപ്പുകൾ എക്സ്പ്ലോർ ചെയ്യാനും കളക്ട് ചെയ്യാനും അവൾക്ക് ഇഷ്ടമായിരുന്നു. ഇന്നത്തെ കഥ ഇതുവരെ. ഇതിൻ്റെ 2ാം ഭാഗം നേരത്തെ പറഞ്ഞതുപോലെ നാളെ റിലീസ് ചെയ്യും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സജഷൻസ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.